രാവിലെ എനിക്കൊരു ബീച്ച് വരെ പോകാൻ വെച്ചു. ഇവിടെ അടുത്ത് കാൻഡോളിൻ ബീച്ച് ഇവിടെ സ്റ്റേയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 600-700 മീറ്റർ ഉള്ളൂ. അങ്ങോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേരെന്താ? ചുമ്മാ എങ്ങനെയുണ്ട് എന്നിട്ട് ഉള്ള കാര്യം പറ. ഉറപ്പാണ് നീ ഇന്ന് കഴിച്ചു വരും. എന്റെ നൂഡിൽസ് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്റെ നൂഡിൽസ് വന്നു. ഇവിടെ ഫിഷ് താലി. നമ്മൾ ഇന്ന് സ്കൂട്ടർ റെൻറ്റിനെടുത്തു. ഇന്നലെയൊക്കെ നല്ല റേറ്റ്, ഇന്നലെ 1000-1200. ഇന്ന് നമുക്ക് സ്കൂട്ടർ ചുള്ളിയിലൊരു 500 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5 പേരുണ്ട്, 6 പേരെ പ്ലാൻ ചെയ്ത് 5 പേരുണ്ട്. അപ്പോൾ നമ്മൾ 3 പപ്പീനെടുത്തു.
നമ്മൾ സൗത്ത് ഗോവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പം നമ്മളൊരു ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ കഴിച്ചത് ഞങ്ങൾ 4 പേര് ഫിഷ് താലി കഴിച്ചു, PV ചിക്കൻ നൂഡിൽസ് കഴിച്ചു. അപ്പോൾ ഞാൻ എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ഫിഷ് താലി ട്രൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ട്രൈ ചെയ്തത്. അടിപൊളിയായിരുന്നു. എനിക്ക് ഇവിടുത്തെ അരി ഇഷ്ടപ്പെടില്ല, അതാണ് ഞാൻ ഒത്തിരിയില്ലാണ്ട് ചോറുണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ സൗത്ത് ഗോവയിലേക്ക് പോകണം. കുമാരി കഴിച്ചു കഴിഞ്ഞാൽ കക്കയൊക്കെ ഉണ്ട്. കക്ക, മീൻ വറുത്തത്, മീൻ കറി, പയർ കറി വെക്കും. ഓക്കെ. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഓൾഡ് ഗോവയിലുള്ള സെന്റ് അഗസ്റ്റിൻ പള്ളിയുടെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെന്റ് അഗസ്റ്റിൻ പള്ളി 1602 പോർച്ചുഗീസ് സന്യാസിമാർ നിർമ്മിച്ചതായിരുന്നു. അന്നത്തെ പോർച്ചുഗീസ് ഭരണകാലത്ത് ഗോവൻ ക്രിസ്ത്യാനികളുടെ മതകേന്ദ്രം കൂടിയായിരുന്നു ഈ പള്ളി. ഒരു കാലത്ത് ഗോവയിലെ ഏറ്റവും വലുതും ഭംഗിയുള്ളതുമായ പള്ളികളിൽ ഒന്നായിരുന്നു ഇത്. കാലക്രമേണ പോർച്ചുഗീസ് ശക്തി ക്ഷയിക്കുകയും പരിപാലനം ഇല്ലാതാക്കുകയും ചെയ്തു. 19ാം നൂറ്റാണ്ടോടുകൂടി ഈ പള്ളി ഭൂരിപക്ഷം തകരുകയായിരുന്നു. ഇവിടെ കൊത്തി വച്ചേക്കുന്നത് കണ്ടോ? ഇതൊക്കെ പോർച്ചുഗീസുകാരടക്കം ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ എവിടെയുണ്ട്. ഇവിടെയൊക്കെ ഇതെല്ലാം ഇതിനെപ്പറ്റിയുണ്ട്. ഇവിടം വരെ പ്രവേശനമുള്ളൂ. പുറത്തൊക്കെ നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെയോ പൊളിഞ്ഞടിയുടെയൊക്കെ അവശിഷ്ടങ്ങൾ കാണാം. അവിടെ എന്തൊക്കെയോ പിന്നെയും നിർമ്മിച്ചുള്ളത് പെയിൻറ്റിങ്സൊക്കെ തോന്നുന്നു. ഇവിടെ ഭയങ്കര ഫോട്ടോ എടുപ്പാണ്. ഓക്കെ അതൊക്കെ ഇതാണ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോയത് ഓൾഡ് ഗോവയിൽ തന്നെയുള്ള സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി പള്ളിയിലേക്കാണ്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് മ്യൂസിയം കാണാൻ സാധിക്കും. ഈ മ്യൂസിയം ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. 1964 ഈ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത്. ഓൾഡ് ഗോവയിലെ മണ്ഡോവി നദിയിൽ നിന്നുള്ള പ്രവേശന കവാടമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
പോർച്ചുഗീസ് വൈസ്രോയി ഗോവയിൽ എത്തുമ്പോൾ നഗരത്തിലേക്ക് പ്രവേശിച്ചിരുന്നത് ഈ കവാടത്തിലൂടെയായിരുന്നു. 1599 വാസ്കോഡ ഗാമയുടെ പേരക്കുട്ടിയായ വൈസ്രോയി ഫ്രാൻസിസ് സിൽവയാണ് നിർമ്മിച്ചത്. ചായ പറഞ്ഞോ? ചായയാണല്ലോ. വൈസ്രോയ്സ് ആർച്ചിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഫെറി സർവീസ് ഉള്ളത്. ഈ ഫെറി സർവീസ് നടത്തുന്നത് ഗോവൻ ഗവൺമെൻറ്റാണ്. ഇരുചക്ര വാഹനങ്ങൾക്കും യാത്രക്കാർക്കും സൗജന്യമായിട്ടാണ് നൽകുന്നത്. ഫുഡ് കഴിക്കാൻ വന്ന അതിൻ്റെ ഇടയിൽ തുടങ്ങുന്നത് വെച്ചാൽ ഏതാ എടുക്കുന്നേ? എത്ര? 1220. ഏതാ? കാൻഡോളിം സൈഡിൽ ഓരോ ബിസിനസ് കഴിക്കും. അപ്പം നമ്മൾ ലാസ്റ്റത്തെ ദിവസമാണ് ഗോവയിൽ. നമ്മൾ തിരിച്ചു പോകുന്നത് പഞ്ചിം ബസ് സ്റ്റാൻഡിൽ ഇരിക്കുകയാണ്. ആക്ച്വലി നമുക്ക് ട്രെയിൻ 9 മണിക്കാണ്. ഡിലേ ആവുന്ന 1 മണിക്ക് ഡിലേ ഉണ്ട്. അപ്പോൾ 10 മണിയൊക്കെ ആവും. ഞങ്ങൾ പറഞ്ഞത് അവന്മാരോട് 5 മണി ആയോണ്ട് 4 മണിക്കൂർ ഞാൻ പോസ്റ്റാണ്. പക്ഷേ അതൊന്നുമല്ല, ഈ കൂട്ടത്തിൽ 2 പേർക്ക് മാത്രമേ ടിക്കറ്റ് ഉള്ളൂ. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യും. എങ്ങനെ മൂവ് ചെയ്യും നിങ്ങൾ? ഞങ്ങൾ ടിക്കറ്റ് എടുക്കും.
എന്നിട്ട് നിങ്ങളുടെ ടിക്കറ്റിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് സീറ്റിയുടെ കാര്യമുണ്ട്. നമുക്ക് നോക്കാം എന്ത് നടക്കാമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗോൾ ട്രിപ്പൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ കുറച്ച് തുടക്കത്തിൽ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ സമയം കുറച്ച് വേസ്റ്റ് ചെയ്തു. ആദ്യത്തെ ദിവസം നമ്മളെ പോയി മൊത്തം പറഞ്ഞാൽ ദിവസം നമ്മുടെ മൊത്തം സമയം വേസ്റ്റായി. രണ്ടാമത്തെ ദിവസം നമ്മൾ കിടന്നു 8 മണി 5 മണി. രണ്ടാമത്തെ ദിവസം പറഞ്ഞാൽ ഇന്നലെയാണ്. നമ്മൾ 1-ാം തീയതി നമ്മൾ എപ്പോഴാണ് കിടന്നത്? 1-ാം തീയതി 2-4 മണിക്ക്. ഇന്നലെ 6 മണിയായപ്പോൾ റൂമിൽ വന്നത്. ഞാൻ നേരത്തെ കിടന്ന് തുടങ്ങിയായിരുന്നു, അതുകൊണ്ടൊന്നും അറിഞ്ഞില്ല. ഞാൻ 2 മണിയായപ്പോൾ തുടങ്ങി. ഇവരൊക്കെ വന്നപ്പോൾ 6 മണിക്കുണ്ടായി. സൂപ്പർ പാർട്ടിയാണ്. ഇന്നലെ ഞങ്ങൾ കുറച്ച് അതായത് ഹൈദരാബാദിലെ കുറച്ച് പിള്ളേരും പിന്നെ മുംബൈയിലെ 2 പേര് പിന്നെ അരുണാചലിലെ കുറച്ച് പിള്ളേർ ഒരു 12 പേര് 15 പേരുണ്ടാവും. അവിടെ ഞങ്ങൾ താമസിച്ച കാൻഡോലിമിൻ്റെ അടുത്തൊരു ഷാക്കുണ്ട്, ബീച്ച് ഷാക്ക്. അവിടെ അടുപ്പിച്ച് കൊടുക്കുന്നു. ന്യൂ ഇയറിൻ്റെ നൈറ്റിൽ കിട്ടാത്ത വൈബായിരുന്നു ഇന്നലെ കിട്ടിയത്. സോ ഇറ്റ്സ് വർത്ത്. ബീച്ചിലവിടെ ക്യൂ നിൽപ്പുണ്ട്. നമുക്ക് ഇവിടുന്ന് പഞ്ചിൽ നിന്ന് മഡ്ഗാണിലേക്കുള്ള KTC നമ്മൾ പോകുന്നത്. അതിവിടെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അപ്പോൾ നമുക്ക് അതിന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഗായ്സ്, നമുക്ക് മഡ്ഗാവൻ ബസ് സ്റ്റാൻഡിൽ നിന്നോ റെയിൽവേ സ്റ്റേഷൻ വരെ നമുക്ക് ബസ് കിട്ടിയില്ല. പക്ഷെ നമ്മൾ ഓട്ടോ നോക്കിയപ്പോഴും ഓട്ടോയ്ക്ക് 2 കിലോമീറ്ററോടെ അവർ 200 രൂപയ്ക്കുന്നത്. അത് 3 പേരെ മാക്സിമം കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കയ്യും കാലും പിടിച്ച് 5 പേർക്ക് 300 രീതിയിൽ നമ്മൾ പോകുന്നു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 3, 4, 5. ഗായ്സ്, നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. തിരിച്ച് എറണാകുളം സൗത്തിൽ വന്നേക്കുന്നത്. ഇനി ഇവിടുന്ന് ഓട്ടോ പിടിച്ച് പോകണം. ഗായ്സ്, അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. തിരിച്ച് പിറവം സ്റ്റാൻഡ് വന്നു. വണ്ടി ഉണ്ടെന്ന് നോക്കട്ടെ. നാട്ടിൽ ഒന്ന് സന്തോഷമുണ്ടോ? ഉറങ്ങി ചത്തിരിക്കുകയല്ല. ജനറലായാലും ഞങ്ങൾക്ക് തിരക്കില്ലായിരുന്നു. സ്ലീപ്പറിലാണോ എല്ലാവരും മറ്റേ ജനറൽ തിരക്കാന്ന് പറഞ്ഞിട്ട് ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് എല്ലാവരും കയറി നിൽക്കണം. അതെ, അവിടെ കുറെ ഞങ്ങൾക്ക് മനസ്സിലായില്ലടാ. കുറെ ഇതടിക്കണ്ടായിരുന്നു. മറ്റേ ഇത് ജനറൽ കമ്പാർട്ട്മെന്റ് ആണെന്ന് മനസ്സിലായി. ഇതെല്ലാം വീണ്ടും എന്നെ കൊണ്ടുപോകാൻ വണ്ടി എത്തിയിരിക്കുകയാണ്. അതിലാണ് പിക്ക് ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും വ്ലോഗുമായിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.